മോദ് പി വി അൻവർ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നു, 1 സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിപ്പോൾ പാർട്ടി സെക്രട്ടറി അൻവറിനെ തള്ളുന്നത് പോലെ പറഞ്ഞോ എന്ന് സംശയം തോന്നിയിടത്താണ് ഇപ്പോൾ അൻവർ വന്ന് വാർത്താ സമ്മേളനം നടത്തി. താനും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് ഒരേ കാര്യമാണ്. പി ശശിയുടെ പേരില്ലാതെയാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത്. എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്? താൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ആവർത്തിക്കുമ്പോൾ എത്തേണ്ടിടത്തേക്ക് തന്നെ ഇത് എത്തുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണോ അൻവർ പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായും ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അൻവറിനെതിരെ വിമർശനം ഉയർന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അൻവറിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കുന്നത്. അൻവർ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പി ശശിയുടെ പേര് താൻ എവിടെയും എഴുതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്. രണ്ടാമതായിട്ട് തനിക്കെതിരെ ഉയർന്ന വിമർശനം, അത് ഒരു പാർലമെന്ററി സമിതിയിലായിരുന്നു ഇത് ആദ്യം പറയേണ്ടത് എന്ന വിമർശനം അംഗീകരിക്കുന്നു. പക്ഷേ അത് ഇനി എന്ന് ചേരുമെന്നറിയില്ല. 2-3 മാസം ഒരുപക്ഷെ എടുത്തേക്കും. അതുവരെ കാത്തിരിക്കാൻ തനിക്ക് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത്. അത് എൻ്റെ വ്യക്തി എന്ന നിലയ്ക്കുള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് അൻവർ പറയുന്നു. പാർട്ടി പറയുന്നത് ശരിയാണ്. പാർട്ടിക്ക് ഞാൻ പൂർണ്ണമായും വശംവദനായിട്ടില്ല, വഴങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഇവിടെ ഉപയോഗിച്ചു എന്ന് പാർട്ടി സെക്രട്ടറിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം. രണ്ടാമതായിട്ട് പി ശശിയുടെ പേര് എഴുതിയില്ല എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഇപ്പോൾ സുജിത് ദാസിനെതിരെ ഉണ്ടായ നടപടികൾ, അന്വേഷണം, DGP അന്വേഷണം നടത്തുന്നത്, ഇതൊക്കെ തന്നെ താൻ നൽകിയ പരാതിയുടെ തുടർച്ചയാണ്. അപ്പോൾ തന്റെ നീക്കങ്ങൾ എവിടെയും പിഴച്ചിട്ടില്ല, അത് ശരിയായ വഴിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അൻവർ ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടി ഭാഗികമായി തള്ളിയെങ്കിൽ പോലും തന്റെ വഴികൾ ശരിയാണ്. പാർട്ടി പറയുന്നത് ഞാൻ കേൾക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, താൻ ഇനിയും പറയാനുള്ളത് പറയുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് വാർത്താസമ്മേളനത്തിന്റെ അവസാനിപ്പിച്ചത് സ്വപ്ന സുരേഷ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു നടക്കുകയല്ല, ഞാൻ പറയേണ്ട സമയത്ത് കൃത്യമായി കാര്യങ്ങൾ ഇനിയും പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ തൃശൂർ DIG അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ വരുന്നുണ്ട്. അതിനുശേഷം കാണാമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് അവസാനം പറയുന്നുണ്ട്. അതായത് PV അൻവർ തന്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. താൻ തുടങ്ങി വെച്ചത് താൻ അത് തുടരുക തന്നെ ചെയ്യും. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ അത് കുറെ കൂടി വിശദമായിട്ട് ഉന്നയിക്കുക അല്ലെങ്കിൽ വിശദമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, റിദാൻ ബേസിൽ വധം. 2, സ്വർണ്ണക്കടത്ത്. റിദാൻ ബേസിൽ വധവുമായി ബന്ധപ്പെട്ട് നമ്മൾ റിദാന്റെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. അവർ തന്നെ പറഞ്ഞത് ഈ പ്രതി എന്ന് കരുതുന്ന ഷാൻ മുഹമ്മദിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, അവൻ തന്നെ ആയിരിക്കും കൊന്നത്. പക്ഷെ അവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അത് അന്വേഷിക്കണം എന്നാണ് കുടുംബം പറയുന്നത്. അതേ പോയിന്റിലേക്ക് അൻവർ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം അവിടേക്ക് എത്തുന്നു. അതായത് റിദാനെ മർദ്ദിച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചത്, റിദാന്റെ ഭാര്യയും ഷാനുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറയാൻ പോലീസ് നിർബന്ധിച്ചു, റിദാന്റെ ഭാര്യയെ മർദ്ദിച്ചു എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അൻവർ ഈ പറയുന്ന തരത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ സ്വർണ്ണക്കടത്തിൽ സുജിത് ദാസിന് നേതൃത്വത്തിലുള്ള സംഘം വലിയ തോതിൽ അഴിമതി നടത്തിയിട്ടുണ്ട്, കോടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ DIGക്ക് കൈമാറും. ഇത് വിശദമാക്കുന്നത് ഈ നാളെ നൽകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് ബോധിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാനാണ് എന്ന് കൂടി പറഞ്ഞാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും PV അൻവർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഇല്ല. PV അൻവർ കൊടുത്ത പരാതിയിൽ, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലും പാർട്ടിക്ക് കൊടുത്ത പരാതിയിലും പി ശശിയുടെ പേര് സൂചിപ്പിച്ചിട്ടില്ല എന്നത് വ്യക്തമാവുകയാണ്. അൻവറും അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. ആ സ്ഥിരീകരണത്തിന് വേണ്ടി തന്നെയാണ് ആ പരാതിയുടെ കോപ്പി അദ്ദേഹം മാധ്യമങ്ങൾക്കിപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം കാര്യങ്ങൾ എന്ന് PV അൻവർ പറയുന്നു.